ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ അങ്ങനെ ആരും പോകാത്തൊരു സ്ഥലത്തേക്കാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും. അവിടുന്ന് തന്നെ വണ്ടി മുകളിലേക്ക് ഒരു റാമ്പൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിപ്പോൾ സ്ഥലം ബാലിക്പാപ്പൻ അങ്ങനെ കണ്ടു പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി റൈറ്റിലേക്ക് തിരിഞ്ഞ് ആദ്യത്തെ ലെഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂ ടേൺ എടുക്കണം. ഇവിടുന്ന് കുറച്ച് ദൂരം നേരെ പോയി കഴിയുമ്പോൾ ഉള്ള ആദ്യത്തെ യൂ ടേൺ ആയിട്ട് എടുക്കണ്ടേ. ഇവിടുന്ന് നേരെ പോകുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ആ ഒരു പാർക്ക് ചെയ്യേണ്ട സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ യൂ ടേൺ എടുക്കണം. നമ്മൾ യൂ ടേൺ എടുത്താൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് കയറുമ്പം ഈ പടുത ഇട്ടൊരു കട കണ്ടില്ലേ, ഇതിൻ്റെ ഇവിടെ ഈ മുമ്പിലുള്ള കോളമുണ്ട്. ആ കോളത്തിൽ നമ്മൾ കറക്റ്റായിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡും കൊണ്ടൊക്കെ വണ്ടി ആകും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരം. 2000 years later. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടിക്ക് ചെറിയ അനക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി മുകളിലേക്ക് പോകും. ഇത് പോകുമെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് വണ്ടി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വരും. എന്നിട്ട് വണ്ടി പിന്നെ മുകളിലേക്ക് പോകും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഇത് എഡിറ്റിംഗ് ഒന്നുമല്ല. വണ്ടി ലോവർ ചെയ്ത പോലെയൊക്കെ ആവും. പിന്നെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വണ്ടി പൊക്കോണ്ടേയിരിക്കും. ഗൈസ്, അങ്ങനെ നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. ഇനി ഗൈസ്, അങ്ങനെ നമ്മുടെ മുകളിൽ റാമ്പിൻ്റെ ഒക്കെ എത്താറായിട്ടുണ്ട്. ഇവിടെ വരുന്നതേ വണ്ടി ചാടണം. ഈ ഒപ്പത്തിന് എത്തുമ്പോൾ വണ്ടി ഇറക്കണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് പിന്നെ വണ്ടി താഴേക്ക്. ഞാൻ കുറേ തവണ അങ്ങനെ പോയിട്ട് താഴേക്ക് വന്നതാണ്. പിന്നെ നമ്മൾ ഈ പോകുമ്പോൾ ലെഫ്റ്റോ റൈറ്റ് ഏതെങ്കിലും ഒരു സൈഡ് ചേർന്നോണെങ്കിൽ ആ കുരങ്ങ് നമ്മൾ താഴേക്ക് ഇടും. പിന്നെ ഇതിലേക്കൂടെ പോകുമ്പോൾ ഇത് പൊങ്ങുകയും താഴെയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിയറിങ് പെട്ടെന്ന് തിരിക്കി കൺട്രോൾ കിട്ടാതെ ഇവരൊക്കെ ചെയ്ത് നമ്മൾ താഴെ പോകും. ഇതിലേക്കൂടെ ഒക്കെ സൂക്ഷിച്ച് വേണം എല്ലാവരും പോകാൻ. പിന്നെ നോക്കിയിട്ട് മാത്രം പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ഈ പോകുന്ന വഴി കൂടെ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ലെഫ്റ്റോ റൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ചിലയിടത്തൊന്നും വഴിയില്ല. പിന്നെ ഇപ്പുറത്തേക്ക് നീങ്ങുകയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും ഇതിലേക്കൂടെ ഇറങ്ങുമ്പോൾ. പിന്നെ ഈ വണ്ടികൾ ഇറങ്ങുമ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഹെൽത്തൊക്കെ കുറച്ച് കുറവുള്ളതാണെങ്കിലും കുഴപ്പമില്ല, കാരണം എന്തായാലും ഇവിടെ ഇടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ലെഫ്റ്റിൽ കൂടെ ഉള്ള വഴി കൂടെ തന്നെ പോകാൻ നോക്കണം. റൈറ്റിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെടും ഉറപ്പായിട്ടും. എന്താ കാര്യം എന്ന് ഞാൻ അപ്പുറത്ത് വരുമ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഞാനെന്താ പറഞ്ഞില്ലേ റൈറ്റിൽ കൂടെയുള്ള വഴിക്ക് വരേണ്ടെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടിയിൽ കൂടെയുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ആ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ഈ താഴെ കൂടെ കാണുന്ന വഴി കൂടെ തന്നെ നേരെ പോയിട്ട് ആ ഒരു റിങ് കണ്ടില്ല, ആ കറങ്ങുന്നത്, അവിടെ എത്തും. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പാലം പോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ട്. അതിൽ കയറി വണ്ടി കുറേ നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ വെച്ചാൽ അങ്ങനെയല്ല, വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ഭയങ്കര വിറക്കുക, പിന്നെ താഴെ പോവും, പിന്നെയും ക്രെയിൻ വിളിച്ച് മുകളിൽ അവിടെ തന്നെ വരണം. അതിലൊന്നല്ല നിങ്ങൾ ലെഫ്റ്റിൽ കൂടെ ഉള്ള വഴി കൂടെ പോയിട്ട് കാണിക്കുന്നതാണ്. ഞാൻ ഈ ലെഫ്റ്റിൽ കൂടെ ഉള്ള വഴി കൂടെ ഞാനിപ്പോൾ പോകുന്നത്. ഗൈസ്, പിന്നെ നിങ്ങൾ ഇതിലെ കൂടെ കാറും കൊണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ വണ്ടിയും കൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ബസ്സൊക്കെ എന്ന് വെച്ചാൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു ഷട്ടർ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ കുറച്ച് പൊക്കം കുറവായിരിക്കും. പിന്നെ ഇതിലെ കൂടെ ഒക്കെ സ്പീഡിൽ ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ സ്പീഡിൽ പോയാലേ കാര്യമുള്ളൂ. ബസ്സിൽ ലോറിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കയറാൻ കുറച്ച് സമയം എടുക്കില്ലേ. അതുകൊണ്ട് കാറും കൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരണം, ഇല്ലെങ്കിൽ ആ കുഴിക്കകത്തൂടെ താഴേക്ക് പോകും. പിന്നെ ഇതുപോലെ ഈ കറങ്ങുന്നൊക്കെ സ്ഥലമുള്ളപ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് സ്പീഡ് കയറാനൊക്കെ കുറച്ച് സമയം കിട്ടിയോളും. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു കടമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ആ ഷട്ടർ പോലത്തെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിവിടെയാണ്. ഇവിടെ നിങ്ങൾ ബസ് കൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ പുറത്തിടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ആകുമ്പോൾ കാർ കൊണ്ട് വരുമ്പോൾ അങ്ങനത്തെ കുഴപ്പമില്ല, കണ്ടില്ല. ഇനി നമുക്ക് ഇവിടെ ഈ
കോല് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിൽ രണ്ടിടത്തുള്ള നീ പറയുന്ന പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. തിരുമുന്നിലായി പതുങ്ങുന്നിതാ മടിക്കുന്നിതാ നിന്റെ താളത്തിൽ തുള്ളാൻ അംശമായി തീരാനേ. പല കള്ളക്കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാം. പാതാളം ഊരായാലും നീ എന്നെ വിളിച്ചാലും ആഷാഢം. ഏതമ്മ പെണ്ണെന്നെ കടിച്ചാൽ ഞാൻ മുളകായി മാറും. പിന്നവനെറിഞ്ഞാൽ ഇണയായി ഒരു ചിരയും ചാർത്തും. മനസ്സിലെ തട്ടും കൈകേറിയ അവതാരം, മനസ്സിലെ കൊടുത്തിയെല്ലാം കെടുത്തിയവളാലും മനസ്സിലെ ഇറക്കി വെക്കുന്നതാകും വിധിച്ചതും തൽക്കാലം. അങ്ങനാണ് ശരിയാമേ. എന്നെ വലയുന്നതിന്റെ പതനവും വ്യാപകം അതിനിരയായും പീഡഞ്ഞു പിന്നെ അടങ്ങുന്നതിലും എതിരുണ്ടെന്നില്ല താനും. തിരുമുന്നിലായി ഇടയ്ക്കുന്നിതാ മടിക്കുന്നിതാ നിന്റെ താപത്തിൽ പൊള്ളാൻ അംശമായി തീരാനേ. നിന്റെ പല കഥകളും അലങ്കൃതമായി തീരാം. പകരുന്ന തരം പ്രവണതകളും കരളിതളായി വിരിയാ. ശ്വാസത്തിലെ കാണാതിരുന്നെങ്കിൽ പാരും എന്തേലും കാരണങ്ങൾ കാണുന്നതിൽ ചാരും. അല്ലാണ് എന്നെ കിട്ടാൻ നെഞ്ചിൻ്റെ ഉള്ളിൽ പാരും. ആരാ തടയുവനാരാ എന്തേലും അനുജനമാവട്ടെ ഞാൻ പിന്നാലെ. ആരെന്ത് പറഞ്ഞാലും നാണോമാനവുമില്ലാതെ അവോളം തന്നിട്ടുണ്ടൻ മനസ്സിന് വല്ലാതെ. 1 2 3 4 പറഞ്ഞു ഞാൻ വരും. ഇതാര് താരകമോ നാളേക്കുള്ള താരവുമായി വരുമോ? ഇതാര് താരകമോ നാളേക്കുള്ള താരവുമായി വരുമോ? തണലാകിനെ കറുത്തുള്ള മണ്ണിനെ തണുപ്പിക്കാനായി വരുമോ? വരവാകുമ്പോൾ അടഞ്ഞൊരു കണ്ണിനെ വിരിപ്പിക്കാൻ വരം തരുമോ? ഏത് വണ്ടിയാണ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഹിഡൻ മാപ്സ് ആണോ വേണ്ടത് അതോ അല്ലാത്ത ഓട്ടം പോകുന്ന കൂട്ടാണോ വേണ്ടത് നിങ്ങൾ പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.